കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടൻ എത്താനുള്ള സാധ്യതയുണ്ടോ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ബീച്ച് ഫയർ സ്റ്റേഷൻ, അതുപോലെ തന്നെ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷൻ, മുക്കം ഫയർ സ്റ്റേഷൻ, ഈ തൊട്ടടുത്തുള്ള എല്ലാ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫറോക്ക് ഫയർ സ്റ്റേഷൻ തുടങ്ങിയ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ 5 എണ്ണം എന്ന് പറയുന്നത് ഇവിടെ ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 2 എണ്ണവും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ളത് ഈ വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനാണ്. ആ ഭാഗത്തു നിന്നുള്ള ഫയർ സ്റ്റേഷനൊക്കെ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടുന്ന് മാനാഞ്ചിറയിൽ നിന്നാണ് ഇതിന് വെള്ളം നിറച്ച് ഈ ഓരോന്നും തീരുന്നതിനനുസരിച്ച് ഇവിടേക്ക് എത്താൻ അധിക ദൂരം ഇല്ല എന്നുള്ളതാണ്. ആ റോഡുകൾ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മറ്റു വാഹനങ്ങളൊന്നും കടന്നു പോകാത്ത വിധത്തിൽ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡും, അതുപോലെ തന്നെ ഈ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന് മുൻവശത്തുള്ള റോഡും, അതുപോലെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ ഇടത്തുഭാഗത്തുള്ള MM അലി റോഡ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മറ്റു വാഹനങ്ങൾ കടന്നു പോകാത്ത വിധം അവിടേക്ക് ഫയർ എഞ്ചിനുകൾക്ക് കൂടുതലായി കടന്നു വരാനും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമില്ലാത്ത വിധം ഉദ്യോഗസ്ഥന്മാർക്കും ഫയർഫോഴ്സിനും ഒക്കെ അവിടേക്ക് എത്തിച്ചേരാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തുന്ന മുറയ്ക്ക് അതിൻ്റെ മറ്റു ഭാഗത്തുകൂടി, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ആനിഹാൾ റോഡിൽ നിന്നാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടക്കുന്നത്. ആനിഹാൾ റോഡ് വളരെ ചെറിയ ഇടുങ്ങിയ റോഡാണ്. ആ റോഡിന് പിൻവശത്ത് MM അലി റോഡിലേക്ക്, ലിങ്ക് റോഡിലേക്ക് ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ റോഡിലേക്ക് കൂടി ഒരു ഫയർ എഞ്ചിൻ എത്തിക്കഴിഞ്ഞാൽ പിൻഭാഗത്തുനിന്ന് തീ അണയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ പിൻഭാഗത്തു കൂടി ഒരു ഫയർ എഞ്ചിൻ അവിടെ നിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നത്, ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ഈ കെട്ടിടത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു തീ അണയ്ക്കാനുള്ള ശ്രമം നടത്താനോ സാധിക്കുന്നില്ല. അത്രമേൽ തീ ആളിപ്പടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ഈ 2 നിലകളിൽ നിന്നുള്ള തീ സമീപത്തേക്ക് തീ പടരുമോ, അല്ലെങ്കിൽ ഈ കെട്ടിടം അത്തരത്തിൽ പൂർണ്ണമായും എനിക്ക് തോന്നുന്നു ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല എന്ന് തോന്നുന്നു. അത് മറ്റ് നിർമ്മിതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന് എത്രത്തോളം ഉറപ്പുണ്ട്, ഇത് തകർന്നു വീഴാനുള്ളൊരു സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ആ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് താഴേക്ക് വീണാൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ തീ പടരുന്ന സാഹചര്യത്തിൽ അടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രയാസകരമായൊരു സാഹചര്യം. നേരെ ഇരുട്ടുകയാണ്. ഇനിയും തീ ഇങ്ങനെ കത്തിപ്പടർന്ന അത് വലിയ വെല്ലുവിളിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം നമുക്ക് സമാനമായ രീതിയിൽ ഒരു വൈകുന്നേരമാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് തീ പിടിക്കുന്നത്. രാത്രി 9:30-10 മണി കഴിഞ്ഞിട്ടും ആ തീ അണയ്ക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. കാരണം വളരെ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു തീപിടുത്തമാണ്. സമാനമായ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഇതിപ്പോൾ 2 നിലയുണ്ട്. കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു നിലയിൽ പൂർണ്ണമായും കത്തി നശിക്കുമ്പോൾ ഇതിപ്പോൾ 2 നിലകളിൽ നിന്ന് കത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തുണിത്തരങ്ങളാവുമ്പോൾ ആ തീപിടുത്തം സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യാപ്തി, ആഴം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുന്നു. കാരണം ഇത് ഏറ്റവും വേഗത്തിൽ ഈ ആളിപ്പടരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. കാരണം തുണിത്തരങ്ങളാണ്, അത് തീ അണയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നെ പെട്ടെന്ന് കത്തിപ്പടരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റ് നിലകളിലൊക്കെ തന്നെ, ഇതിൻ്റെ 2-3 നിലകളിലൊക്കെ തന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള തുണിത്തരങ്ങളാണ്. ആ തുണിത്തരങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാൻ അധിക സമയം വേണ്ട എന്നുള്ളതാണ് ഫയർ ഫോഴ്സിനൊക്കെ വലിയ വെല്ലുവിളിയായിട്ട് തുടരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഈ 2 നിലകളിൽ തീ അണച്ചിട്ടില്ല എങ്കിൽ മറ്റു നിലകളിലേക്ക് ഈ തീ പടരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. വളരെ ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ്. മറ്റപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ട ജാഗ്രത കൂടി ഈ ദൗത്യത്തിനൊപ്പം ഉണ്ടാകണം. ഫയർഫോഴ്സ് ആ ജാഗ്രത പുലർത്തുന്നുണ്ട്. നിലവിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കെട്ടിടം മുഴുവനായി നിന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ, ആദ്യഘട്ടത്തിൽ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ അതിനകത്ത് ആളുകളോ ജീവനക്കാരോ ഒന്നുമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഒരു കെട്ടിടം പൂർണ്ണമായി കത്തി നശിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനകത്ത് തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ തീ പടരുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കെട്ടിടത്തിനകത്തേക്ക് കടക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിൽ ഒരു പുരോഗതി ഉണ്ട് എന്നോ അല്ലെങ്കിൽ ആശ്വാസകരമായ നടപടികൾ ഉണ്ടാകുന്നു എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും ഈ തീ പൂർണ്ണമായി അണയ്ക്കാൻ എന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ മണിക്കൂറുകളോളം, ഒരു രാത്രി മുഴുവൻ ആ കെട്ടിട ഭാഗം നിന്ന് കത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ ആശങ്ക ഉയർത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണിപ്പോൾ കോഴിക്കോട് നഗരത്തിലെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കരിപ്പൂരിൽ നിന്ന് പ്രത്യേക സംവിധാനമടക്കം തീയണയ്ക്കാനുള്ള
പ്രത്യേക സംവിധാനമടക്കം വാതക സഹായത്തോടു കൂടി തീ അണയ്ക്കാനുള്ള സംവിധാനമടക്കം അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സമീപത്തുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്നെല്ലാം ഫയർ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ വെള്ളം തീരുന്നതിനനുസരിച്ച് കൂടുതൽ വെള്ളം നിറയ്ക്കുന്നതിൻ്റെ ഭാഗമായൊക്കെയുള്ള ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണമടക്കം സമാന്തരമായി അവിടെ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഘട്ടത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീയണയ്ക്കാനുള്ള ദൗത്യം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് വെല്ലുവിളികൾ ഏറെയാണ്. കെട്ടിടത്തിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എത്ര സമയം ഈ തീയണയ്ക്കാൻ വേണ്ടിവരും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴുമില്ല. വലിയ കോൺക്രീറ്റ് തൂണുകളിൽ പടുത്തുയർത്തിയിരിക്കുന്നൊരു കെട്ടിടമാണ്. പൂർണ്ണമായി കോൺക്രീറ്റ് ആണോ എന്നറിയില്ല. പക്ഷേ അതിൻ്റെ ഭാഗങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട്. തൂണുകൾ മാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഷോർട്ട് സർക്യൂട്ടാണോ എന്നൊന്നും അറിയില്ല. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ തന്നെ സാധാരണ നിലയിലാണെങ്കിൽ അത് അവിടെ വെച്ച് വളരെ പെട്ടെന്ന് തീയണയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ വലിയ കെട്ടിടങ്ങളിൽ സജ്ജീകരിക്കുന്നതാണ് അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എന്തായാലും അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. AK അഭിലാഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. അഭിലാഷിത ഏതാണ്ട് 1 മണിക്കൂർ സമയമാകാൻ പോകുന്നു. തീ കൂടുതൽ വ്യാപിക്കുന്നതല്ലാതെ തീ അണയ്ക്കുന്ന കാര്യത്തിൽ ഒരു പുരോഗതി കൈവരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.